ആര്യ, ബണ്ണി തുടങ്ങിയ സിനിമകൾ തെലുങ്കിൽ സൂപ്പർ ഹിറ്റായി മാറുന്ന സമയത്താണ് ഈ സിനിമകളൊക്കെ തന്നെ മലയാളത്തിലേക്ക് റീഡബ് ചെയ്തുകൊണ്ട് ഇവിടെ ടെലിവിഷൻ ചാനൽസ് വാങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ തെലുങ്ക് സിനിമയിലോട്ട് വലിയതായിട്ട് എക്സ്പ്ലോർ ആവാതെ നിന്ന മലയാളി ജനങ്ങളുടെ മുന്നിലേക്ക് ഇതാ തെലുങ്കിൽ നിന്നും ഒരു താരം മലയാളത്തിലേക്ക് വരുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നു. മലയാള സിനിമയായിട്ട് തന്നെ ആളുകൾ കാണുന്നു. അതുകൊണ്ട് ഇതിനൊരു തെലുങ്ക് പശ്ചാത്തലം തോന്നുന്നില്ല. മാത്രമല്ല, ഈ സിനിമകൾക്കൊന്നും തന്നെ തെലുങ്ക് ഫ്ലേവേഴ്സും ഇല്ല. ഈ സിനിമയൊക്കെ എവിടെ ഇട്ടാൽ പോലും ഓടുന്ന രീതിയിലുള്ള ടെറൈനിൽ ഒരുക്കപ്പെട്ട സിനിമ. കാണാൻ ഒരു സോഫ്റ്റ് സുന്ദരൻ നായകൻ. ആ നായകൻ പിന്നീട് മലയാളികൾക്ക് പ്രിയപ്പെട്ടവനായി മാറി. അയാൾക്ക് മല്ലു അർജുൻ എന്ന പേര് വരെ ടാഗ് ലൈനായിട്ട് കൊടുത്തു. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് അല്ലു അർജുൻ. അല്ലു അർജുൻ എന്ന നടൻ്റെ ആര്യ ആവട്ടെ, ബണ്ണി തുടങ്ങിയ സിനിമ ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഹാപ്പി എന്ന സിനിമ റിലീസിന് വേണ്ടിയിട്ട് എത്തുന്നത്. ഹാപ്പി തിയേറ്ററിലേക്ക് വരുമ്പോഴേക്കും ഈ കർണാനാണ് ഇതിൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗീത ആർട്സിൻ്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മാണത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ RD രാജശേഖറാണ് ഈ സിനിമാറ്റോഗ്രാഫി. അല്ലു അർജുൻ, ജെനീലിയ ആണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. അല്ലു അരവിന്ദാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രാധാമോഹനാണ് ഈ സിനിമയുടെ സ്റ്റോറി. ഖാദർ ഹസനാണ് ഇത് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നതും. ഖാദർ ഹസനാണ്. യുവൻ ശങ്കർ രാജയാണ് എൻ്റെ മ്യൂസിക്. ഞാൻ എന്തുകൊണ്ട് ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ട്. ഈ സിനിമ ഇന്നും ആളുകൾ ടി വിയിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, യൂട്യൂബിൽ ക്ലിപ്സ് കാണാറുണ്ട്. ഇതിൻ്റെ അല്ലു അർജുൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ. ഇപ്പോൾ റാക്കായിക്ക് വേണ്ടിയിട്ട് ആറ്റ്ലിയുടെ നിൽക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പുഷ്പ പോലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ വരുന്നതായിക്കോട്ടെ, ഞാൻ പറയുന്നത് ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ വലിയ സ്കെയിലിൽ വരുന്ന സിനിമകളായിക്കോട്ടെ, ഈ വലിയ സ്കെയിലിൽ പോകുന്ന അല്ലു അർജുനെ ആരാധകർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള അല്ലു അർജുൻ പടങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് പലരും. ആ മിസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൻ്റെ ഒരു ചെറിയ വിടവ് നികത്താനെന്ന രീതിയിൽ അല്ലു അർജുൻ്റെ ഹാപ്പി എന്ന സിനിമ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. 2026 12-ാം തീയതി സിനിമ റിലീസിനെത്തും. ജൂൺ 12 ഈ സിനിമ റിലീസിനെത്തുക. ഏകദേശം 20 വർഷത്തോളം ശേഷമാണ് ഈ സിനിമ വരുന്നത്. 2006 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പലർക്കും ഇപ്പോൾ 2006 ഹാപ്പി റിലീസ് ചെയ്തതെന്നൊക്കെ ചോദിക്കാം. പക്ഷേ 2006 20 വർഷങ്ങൾ കഴിഞ്ഞു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ട് എന്നുള്ളതാണ്. അന്ന് ഈ സിനിമയ്ക്ക് വലിയൊരു ഹിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു. അത് തെലുങ്കിൽ മാത്രമല്ല, അത് പിന്നെ ഡബ് ചെയ്തപ്പോഴേക്കും ആളുകൾ ഇവിടെ വന്ന് കണ്ടതിൻ്റെ TRP റേറ്റിങ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കേരളത്തിൽ തന്നെ ഇത് റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. എത്ര വട്ടം ഇത് വേണമെങ്കിലും ഇരുന്ന് കാണാൻ റെഡിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മല്ലു അർജുൻ്റെ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആര്യയും ഹാപ്പിയും ഉണ്ടാക്കിയൊരു ഓളം, ആ ഓളം പിന്നീട് ആളുകൾ ട്രാൻസ്ഫർ ചെയ്തത് തെലുങ്ക് സിനിമ ലോകത്തിലേക്കാണ്. പുഷ്പ ഉണ്ടാക്കിയ ഓളം ഒരു പാൻ ഇന്ത്യൻ റീച്ച്, പാൻ ഇന്ത്യൻ അപ്പീലൊക്കെ തന്നെ അദ്ദേഹത്തിന് അടുത്ത സിനിമയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്ന 2 സിനിമകൾ എന്ന് പറയുന്നത് 2 തമിഴ് സംവിധായകരുടെ സിനിമകളാണ്. ഒന്ന് ലോകേഷ് കനകരാജുമായിട്ടുള്ള സിനിമയാണ്. ലോകേഷ് കൂലി എന്ന ഡിസാസ്റ്ററിന് ശേഷം തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ വിട്ടിട്ട് തെലുങ്കിലേക്ക് പോകുന്നൊരു സാഹചര്യം. അവിടെ അല്ലു അർജുൻ ഡേറ്റ് കൊടുക്കുന്നു. മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത്. അല്ലു അർജുൻ്റെ 23ാമത്തെ ചിത്രമായിട്ടായിരിക്കും അത് എത്തുന്നത്. അതിനിടയിലാണ് ആറ്റ്ലി ആരോ ചെയ്ത് ഷാറൂഖ് ഖാനെ വെച്ച്, സാക്ഷാൽ ഷാറൂഖ് ഖാനെ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തെലുങ്കിലേക്ക് വരികയാണ് ആറ്റ്ലി ഇവിടെ തമിഴിൽ തുടങ്ങിയതാണ്, രാജാറാണിയിൽ തുടങ്ങിയതാണ് ആറ്റ്ലി. അവിടെ നിന്ന് വിജയെ വെച്ച് പ്രധാനപ്പെട്ട 3 സിനിമകൾ ചെയ്ത് ബോക്സ് ഓഫീസിൽ വലിയ വിജയം ഉണ്ടാക്കി കൊടുത്തു. അത് തെരി, മെർസൽ, ബിഗില്, ഈ 3 സിനിമകളാണ് ആറ്റ്ലി വിജയ് കോമ്പിനേഷനിൽ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഷാറൂഖ് ഖാൻ്റെ വിളിയാണ് വരുന്നത്. അത് ജവാൻ ചെയ്തു കൊടുക്കുന്നു. ജവാൻ ഷാറൂഖ് ഖാൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാക്കി മാറ്റിക്കൊടുത്തിട്ടാണ് ആറ്റ്ലി ബോളിവുഡിൽ നിന്നും ടോളിവുഡിലേക്ക് വരുന്നത്. ടോളിവുഡിൽ വന്ന് അല്ലു അർജുനൊപ്പം കൈ കൊടുക്കുന്നു. അതിനുശേഷം വരുന്ന സിനിമയാണ് ഈ അല്ലു അർജുൻ്റെ സിനിമ. അതായത് ആറ്റ്ലി പടം കഴിഞ്ഞിട്ടായിരിക്കും അല്ലു അർജുൻ പടം വരാൻ പോകുന്നത്. ആറ്റ്ലി പടം നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സാണ്. റാക്ക എന്നാണ് സിനിമയുടെ പേര്. ഒരു വലിയ എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ഓഫ് സിനിമയായിട്ടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. സോ ആ മിസ്സിങ് ഹാപ്പി ഫൺ വൈബ്സ് ഓഫ് അല്ലു അർജുൻ മിസ് ചെയ്യുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞ് എൻജോയ് ചെയ്യാൻ കഴിയുന്നൊരു സിനിമയായിട്ടായിരിക്കും ഹാപ്പി റിലീസ് മാറ്റാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ ചില സെൻറ്റേഴ്സിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ ടിക്കറ്റ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. പലയിടത്തായിട്ടും ഇതിൻ്റെ റിലീസ് ഷോസ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു പടം മിസ് ചെയ്യുന്നവർക്ക് ഹാപ്പി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.